എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ ഒരു സെഷനിൽ ICT നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നതാണ്. ബേസിക്കലി ഇപ്പൊ ബ്രൗസർ എന്താണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണ്, ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് പോലും സെറ്റിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പരീക്ഷയ്ക്കോ ചോദിക്കാറുണ്ട്. ആദ്യത്തെ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാൻ പറ്റും. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മൂക്ക് എന്താണ്, ഈ മൂക്കല്ല MOOC, മൂക്ക് എന്താണ്, അതുപോലെ പുതിയ പ്ലാറ്റ്ഫോംസ് എന്താണ്, എഡ്യൂക്കേഷണൽ ഇതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ മിനിസ്ട്രി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഡിജിറ്റൽ ലൈബ്രറീസ് എന്തൊക്കെയാണ്, റെപ്പോസിറ്ററീസ് എന്തൊക്കെയാണ്, അതൊക്കെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പോൾ സാധാരണയായിട്ട് എന്തായാലും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ബ്രൗസറിൽ നിന്ന് വരും, അതുപോലെ ആന്റി വൈറസിൽ നിന്ന് വരും. ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഒന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് എന്താ പറയാ, അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പൊ ബാക്കിയുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടിയുള്ള ഒരു പഠനം ഇതിൽ ആവശ്യമാണ്. കാരണം ഞാൻ എന്നും പറയുന്ന പോലെ ഈ പറയുന്നതൊന്നും മുഴുവനായിട്ട് വരണം എന്ന് ഒരു നിർബന്ധമില്ല. കൂടുതൽ കണ്ടിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് സമയം കളയണ്ട, മുന്നിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്? ഇത് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. CPU ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിക്കുന്നു. ഡാറ്റ സ്റ്റോറേജ് ആണോ, ഡാറ്റ പ്രോസസിംഗ് ആണോ, ഡാറ്റ ഇൻപുട്ട് ആണോ, ഡാറ്റ ട്രാൻസ്ഫർ ആണോ? എന്തിനാണ് CPU വർക്ക് ചെയ്യുന്നത്? ഡാറ്റ പ്രോസസിംഗ് ആണ്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഈ ലാപ്ടോപ്പ് ആയാലും എന്താണെങ്കിലും അത് വർക്ക് ചെയ്യുന്ന ആ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഈ CPU എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആക്ച്വലി. വാട്ട് ഡസ് റോം സ്റ്റാൻഡ് ഫോർ? ഇതിന്റെ റോം ഇതിന്റെയൊക്കെ എന്താ പറയാ, ഫുൾ ഫോംസ് ഇഷ്ടം പോലെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള, അതൊന്നും കൂടുതലായിട്ട് എവിടെന്നെങ്കിലും അതൊന്നും വിട്ടു പോവില്ല അവരൊക്കെ. അതൊക്കെ ധാരാളം കണ്ടിട്ടുള്ളത്. അപ്പോൾ റാമിന്റെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇനി റോം നോക്കാം. റാൻഡം ഔട്ട്പുട്ട് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, റെഡി ഔട്ട്പുട്ട് മൊഡ്യൂൾ, റാൻഡം ഓപ്പറേറ്റിംഗ് മെമ്മറി. ഇതിൽ ഏതാണ് റോമിന്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ആൻസർ ആണ് റീഡ് ഓൺലി മെമ്മറി ആണ്. അപ്പൊ റാമും റോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത നോക്കാം. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ് ടു ട്രാൻസ്ഫർ വെബ് പേജസ് ഓവർ ദ ഇന്റർനെറ്റ്? വെബ് പേജുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. FTP ആണോ, HTTP ആണോ, SMTP ആണോ, SNMP ആണോ? ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് തൊട്ട് കേട്ട് പരിചയമുള്ള ചോദ്യങ്ങളാണ്. HTTP ആണ് അല്ലെ? അതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയില്ലേ? ഹൈപ്പർ ടെക്സ്റ്റ് അല്ലെ? ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സെക്യൂർ ടൈപ്പ് ഓഫ് വൈഫൈ എൻക്രിപ്ഷൻ? ഇത് കേൾക്കാൻ സാധ്യത കുറവാണ്, കേട്ടിട്ടുണ്ടായിരിക്കാം. ഏതാണ്? WP, WPA, WPA2 ഓപ്പൺ. ഇതിൽ ഏതാണ് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള വൈഫൈ എൻക്രിപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. WPA2 ആണ് വരുന്നത്. റൈറ്റ്. വിച്ച് ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോം വാസ് ഡെവലപ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം എഡ്യൂക്കേഷൻ സെക്ടർ ആണല്ലോ നമ്മൾ ഇനിയിപ്പോ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ എന്തൊക്കെയുണ്ട്, ടീച്ചിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്? കോഴ്സറയാണോ, സ്വയമാണോ, അല്ലെങ്കിൽ സ്വയം എന്ന് വായിക്കും, ദിവ്യാഞ്ജൻ ആണോ, ശാസ്ത്രയാണോ? ഇതിൽ ഏതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തന്നിട്ടുള്ള ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അതിൽ വരുന്നത്? സ്വയമാണ്. അത് ആക്ച്വലും നമ്മുടെ മൂക്കോസസ് ഒക്കെ അതിലാണ് ഉണ്ടായിരിക്കുക. അപ്പൊ സ്വയം പ്ലാറ്റ്ഫോം കാണാത്തവർ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഒന്ന് കയറി നോക്കാനൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് എത്തും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ദീക്ഷ പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇനി ദീക്ഷ എന്താണ് എന്നുള്ള ഫുൾ ഫോം കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. ഓക്കെ, അപ്പൊ എന്താന്ന് മനസ്സിലായി. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു പ്രൊവൈഡ് ഹെൽത്ത് റിസോഴ്സസ്, ടു എനേബിൾ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ടു ഓഫർ അഗ്രികൾച്ചറൽ സൊല്യൂഷൻസ്, ടു കണ്ടക്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ്. അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദീക്ഷ എന്തിനാണ്? അതിന്റെ പർപ്പസ് പഠിക്കുന്നതിന്റെ ഒപ്പം അതിന്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കുക. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. ഓക്കെ,
ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, നോളജ് ഷെയർ ചെയ്യാനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇതിലെ ബി ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡാറ്റാബേസ് മാനേജ്മെന്റ്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർസിലേക്ക് വരുമ്പോൾ ഇവര് സ്വാഭാവികമായിട്ട് ചോദിച്ച് കണ്ടെത്തലാണ് പുതിയ സോഫ്റ്റ്വെയർസ് ഏതൊക്കെ വന്നിട്ടുണ്ട്, ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഇറക്കി, അതുപോലെ ലിനക്സ് ബാക്കിയുള്ളതിലേക്ക് പോകുമ്പോൾ ലിനക്സ് എന്താണ്, ഉബുണ്ടു എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. സമയമുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ടും ഇതിലൊക്കെ മുന്നിലേക്ക് പോകും. എനിവേ, MS Excel ആണോ, MS Word ആണോ, ഒറാക്കിൾ ആണോ, ഫോട്ടോഷോപ്പ് ആണോ? അപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റിനുള്ള സോഫ്റ്റ്വെയർ, അതായത് ഡാറ്റകളെ കളക്ട് ചെയ്യാനും അതിനെ സോർട്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. അപ്പൊ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കാൻ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ഇതിന് ഉത്തരം കിട്ടും. ഏതാണ്? ഒറാക്കിൾ ആണ്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഇതെന്താണ് സാധനം? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഈ ഉത്തരം കിട്ടിയാൽ ആ ഉത്തരം കിട്ടും. പ്രിന്റർ ആണോ, മോണിറ്റർ ആണോ, സ്കാനർ ആണോ, സ്പീക്കർ ആണോ? ഡയറക്റ്റ് ആൻസർ ഏതാണ്? സ്കാനർ എന്നുള്ളതാണ്. സ്കാൻ ചെയ്തിട്ടേ വിവരങ്ങളെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റൂ. പ്രിന്റർ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് തരുന്നതാണ്, ഈ കൊടുത്ത വിവരങ്ങൾ പ്രിന്റ് ചെയ്ത് തരുന്നതാണ്. മോണിറ്റർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, അപ്പൊ അത് ഔട്ട്പുട്ടാണ്. സ്പീക്കർ കേൾക്കുന്നതാണ്, ഔട്ട്പുട്ടാണ്. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് വോളറ്റൈൽ? വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ സാധ്യതയുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള മെമ്മറി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചേഞ്ച് ചെയ്യും. ഓക്കെ, റോം ആണോ, ഫ്ലാഷ് മെമ്മറി ആണോ, റാം ആണോ, ഹാർഡ് ഡിസ്ക് ആണോ? ഇതിലേതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്? വോളറ്റൈൽ ആയിട്ടുള്ളത് ഏതാണ്? റാം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് റാം കൂടിയ മൊബൈൽ വാങ്ങണം, കമ്പ്യൂട്ടർ വാങ്ങണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം ആ സെക്കൻഡിലുള്ള റാമിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. റോം അങ്ങനെയല്ല. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 4 GB റാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ എത്രത്തോളമാണോ ഒരു എന്താ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരേ സമയം സൈമിൾട്ടേനിയസ് ആയിട്ട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് അതിന്റെ വർക്കിംഗ് സ്പീഡ് കുറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 4-5 ഗെയിം ഒക്കെ കളിക്കുന്ന ആൾക്കാരുടെ മൊബൈലിൽ അത്രയും റാം കുറഞ്ഞിട്ടേ അവർക്ക് സ്പീഡ് വരുള്ളൂ. അതുകൊണ്ടാണ് വോളറ്റൈൽ മെമ്മറി റാം ആണ് എന്ന് പറയാൻ കാരണം. വാട്ട് ഡസ് URL സ്റ്റാൻഡ് ഫോർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതൊന്നും എടുത്തു മാറ്റില്ല അവരാരും. ഇത് ചോദിക്കുമെന്നല്ല പറയുന്നത്, പക്ഷെ ഇത് അറിയാത്തവരൊന്നും ശ്രദ്ധിച്ചേക്കുക എന്ന് മാത്രമേ ഉള്ളൂ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണോ, യൂണിവേഴ്സൽ റിസോഴ്സ് ലിങ്ക് ആണോ, യൂണിഫോം റിലേ ലിങ്ക് ആണോ, യൂണിവേഴ്സൽ റിമോട്ട് ലൊക്കേറ്റർ ആണോ? ഡയറക്റ്റ് ഏതാണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഇപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര രസമായിട്ടുള്ള കാര്യം. വാട്ട് ഡസ് ബയോ സ്റ്റാൻഡ് ഫോർ? ഇത് ആക്ച്വലി ഞാൻ എഴുതിയ ഒരു എക്സാമിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ബേസിക് ഇന്റഗ്രേറ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബൈനറി ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബൈനറി ഇന്റഗ്രേറ്റഡ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ. നാലും കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ബയോസ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ള, ബേസിക് ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം. ഓക്കെ ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് OS ആസ് ഓഫ് 2025? അപ്പോൾ വിൻഡോസിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിൻഡോസ് 10 ആണോ, 11 ആണോ, 12 ആണോ, 8 ആണോ? ആക്ച്വലി ഇങ്ങനത്തെ ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് വേർഷൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വിൻഡോസ് 11 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ? വളരെയധികം കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഏതാണ്, വെബ് ബ്രൗസർ ഏതാണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഓപ്പൺ സോഴ്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുക ഇടയ്ക്ക് സമയമുള്ളപ്പോൾ. ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എന്നുള്ളത് തന്നെയാണ്. പെയ്ഡ് ഒന്നും ആയിരിക്കില്ല, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. ഗൂഗിൾ ക്രോം ആണോ, മോസില്ല ഫയർഫോക്സ് ആണോ, സഫാരി ആണോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ? മോസില്ല ഫയർഫോക്സ് ആണ് ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ എന്നുള്ളതിൽ വരുന്നത്. വിച്ച് സെർച്ച് എഞ്ചിൻ ഈസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്? വളരെ എളുപ്പമുള്ളതാണ്. ബിങ് ആണോ, യാഹു ആണോ, DuckDuckGo ആണോ, ഗൂഗിൾ ആണോ? അതിൽ രണ്ടെണ്ണം എന്തായാലും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. പിന്നെ രണ്ടെണ്ണം നമുക്ക് സംശയം വരുള്ളൂ. അറിയുന്നവർക്ക് ആ ഒരു ഡൗട്ട് പോലും വരേണ്ട ആവശ്യമില്ല. ബിങ് ആണ്. ഓക്കെ, ബിങ് ആണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആന്റി വൈറസ് പ്രോഗ്രാം? തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആന്റി വൈറസ് എന്നൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവും.
ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഇപ്പൊ നെറ്റ് ആയാലും എല്ലാത്തിലും ചോദിക്കുന്നതാണ് ആന്റിവൈറസ്. ഫേമസ് ആന്റിവൈറസ് ഏതൊക്കെയാണ്, ആന്റിവൈറസിന്റെ ഉപയോഗം എന്താണ്, അത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ചില ആന്റിവൈറസ് അത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരമാണ് ആ രണ്ടെണ്ണം അങ്ങോട്ട് എടുത്ത് മാറ്റുക. പിന്നെ ഒന്നും കൂടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഏതാ? ക്വിക്ക് ഹീൽ എന്നുള്ളതാണ് നമ്മളുടെ ആന്റിവൈറസിന്റെ പേര്. ഇനി നമ്മൾ ഫേമസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ആന്റിവൈറസ് ആണ് കാസ്പെറസ്കി എന്ന് പറയുന്നത്. കാസ്പെറസ്കൈ എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. നോർട്ടൺ ഉണ്ട്. അപ്പൊ അതൊക്കെ ആന്റിവൈറസ് പ്രോഗ്രാമുകളാണ്. ഇൻ വിച്ച് ഇയർ വാസ് ദ IT@School സ്കൂൾ പ്രൊജക്ട് ലോഞ്ച്ഡ് ഇൻ കേരള? ചോദിച്ചു കണ്ടിട്ടുണ്ട്. IT@School സ്കൂൾ എന്നാണ് കേരളത്തിൽ വന്നത്? അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളതാണ്. 1999, 2001, 2005, 2010 ഇതിൽ എന്നാണ് IT@School സ്കൂൾ വന്നത്? 2001 നമ്മുടെ IT@School സ്കൂൾ മിഷൻ ആയിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ അന്നേ ബാക്കിയുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടർ ലിറ്ററസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. Which Indian government initiative aims to provide digital literacy to rural households? അത് നല്ലൊരു ചോദ്യമായിട്ട് തോന്നുന്നുണ്ട്. റൂറൽ ഹൗസുകളിലേക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കുക? അപ്പോൾ ഒന്നാമത് അവിടെയുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ കുറവായിരിക്കും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് പോലും ഇന്റർനെറ്റ് എത്തിച്ചുകൊണ്ട് ഗവൺമെന്റ് ഡിജിറ്റൽ ലിറ്ററസി എല്ലാവർക്കും വായിക്കണം പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോഗ്രാമിന്റെ പേരെന്ത്? ഡിജിറ്റൽ ഇന്ത്യ ആണോ, PMG ദിശയാണോ, സ്കിൽ ഇന്ത്യ ആണോ, ഈ പാഠശാലയാണോ? ഈ പാഠശാല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സൈറ്റാണ്. ജസ്റ്റ് നല്ല ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. യൂട്യൂബിൽ ഒന്ന് കയറി നോക്കുക എന്താണ് ഈ പാഠശാല എന്നുള്ളത്. നല്ല ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ വിഷയത്തിലും ക്ലാസ്സുകൾ ഉണ്ടാവുന്ന ഒരു ഗവൺമെന്റ് സൈറ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് PMG ദിശ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ മൊത്തം നോക്കട്ടെ, ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ എന്നുള്ളതാണ് നമ്മുടെ PMG ദിശ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ എന്ന് പറയുന്നത്. റൈറ്റ്, അടുത്തതിലേക്ക് പോകാം. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് ഇയർ മാർക്ക് ദ ലോഞ്ച് ഓഫ് സ്വയം ആസ് എ മൂക്ക് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ? അപ്പൊ സ്വയം മൂക്കിലേക്ക് വന്നത് അല്ലെങ്കിൽ സ്വയം ലോഞ്ച് ചെയ്തത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. സ്വയം വന്നത് എന്നാണെന്നാണ്. 2015, 2017, 2019, 2021. നമ്മൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിലേക്കൊന്ന് നിങ്ങൾ കയറി നോക്കണം. ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് വിവരങ്ങൾ തരാൻ പറ്റിയ പ്രാപ്തമായിട്ടുള്ള സൈറ്റുകളാണ് ഉള്ളത്. നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. റൈറ്റ്, കുറേ അധികം കോഴ്സുകളും കുറേ അധികം വിവരങ്ങളും അതിലുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഈ മൂക്കിലും സ്വയത്തിലും ഒക്കെ ഒന്ന് കയറി നോക്കുക. ഓക്കെ, ഇനി സ്വയം എന്നാണ് വന്നത്? 2017 വന്നിട്ടുള്ളത്. അത് വന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും അതുപോലെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE, ഈ AICTEയുടെയും ഫുൾ ഫോം ചോദിച്ചു കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എന്താണ് AICTE എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടു കൂടി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 2017 കൊണ്ടുവന്നതാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മൂക്ക് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? എന്നോട് ആദ്യം എന്റെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ മൂക്ക് എന്നാണ് വിചാരിച്ചത്, പക്ഷെ അതായിരുന്നില്ല. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്ക് തന്നെയാണ്. സ്റ്റിൽ മാസീവ് ഓൺലൈൻ ഒബ്ജക്റ്റീവ് കോഴ്സ് ആണോ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണോ, മോഡുലാർ ഓപ്പൺ ഒബ്ജക്റ്റീവ് കരിക്കുലം ആണോ, മോഡുലാർ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ആണോ? ഏതാണ് മൂക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ആയിട്ട് കുട്ടികൾക്ക് അതിലുള്ള കയറാൻ പറ്റും. കാരണം അത് ആക്ച്വലി ക്രെഡിറ്റ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആഴ്ചയുടെ ഉള്ളിൽ ഒരു കോഴ്സ് തീർക്കാം എന്നുള്ള സർട്ടിഫിക്കറ്റ് അടക്കം അത് പാസ്സായാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു PG എല്ലാം കഴിഞ്ഞ് UG എല്ലാം കഴിഞ്ഞവർക്ക് പിന്നെയും പഠിക്കാൻ പോകാൻ ചിലപ്പോൾ സാഹചര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൽ ഈ മൂക്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ദിവസവും ഇരുന്ന് പഠിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റും, സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും. അത് നിങ്ങളുടെ റെസ്യൂമേയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൂക്കിന്റെയൊക്കെ ഒരു ഗുണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. വിച്ച് ഇനീഷ്യേറ്റീവ് പ്രൊവൈഡ്സ് വിർച്വൽ ലാബ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ? വിർച്വൽ ലാബുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ഏത് ഇനീഷ്യേറ്റീവ് ആണ്? സൂപ്പർ ആണല്ലേ, ലാബിൽ പോയിട്ടൊന്നും ബുദ്ധിമുട്ടണ്ട, വിർച്വൽ ലാബ്സിൽ പോവാം. ദീക്ഷയാണോ, വിർച്വൽ ലാബ്സ് ആണോ, സ്വയമാണോ, NROER ആണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിർച്വൽ ലാബ്സ് തന്നെയാണ്
ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ട് ഡസ് DPI സ്റ്റാൻഡ് ഫോർ ഇൻ പ്രിന്റിംഗ് ആൻഡ് സ്കാനിങ് ടെർമിനോളജി? DPI എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? DPI, ഡാറ്റ പ്രോസസ്സിംഗ് ഇന്റർഫേസ്, ഡോട്ട്സ് പെർ ഇഞ്ച്, ഡിജിറ്റൽ പ്രോട്ടോകോൾ ഇന്റഗ്രേഷൻ, ഡിവൈസ് പിക്സൽ ഇന്റർപോളേഷൻ. ഇതിൽ ഏതാണ് DPI നിലനിൽക്കുന്നത്? അത് എന്തിന്റെയാണ് ഫുൾ ഫോം എന്ന് ചോദിക്കുന്നത്. ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്, കാരണം പ്രിന്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്റ്റ് പ്രിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൽ ശ്രദ്ധിക്കാവുന്ന കാര്യമായിരുന്നു. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ കാഷെ മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ? കാഷെ എന്ന് വിളിക്കാറുണ്ട്, കാഷെ എന്ന് വിളിക്കാറുണ്ട്. കാഷെ ആണ് കുറച്ചും കൂടെ നല്ല പ്രൊണൗൺസിയേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കാഷെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു സ്റ്റോർ പെർമനന്റ് ഡാറ്റ, ടു ഇൻക്രീസ് സ്റ്റോറേജ് കപ്പാസിറ്റി, ടു ടെമ്പറലി സ്റ്റോർ ഫ്രീക്വന്റ്ലി അസസ്ഡ് ഡാറ്റ, ടു കൺട്രോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഏതാണ് കാഷെ മെമ്മറി എന്ന് പറയുന്നത്? ടു ടെമ്പറലി സ്റ്റോർ ഫ്രീക്വന്റ്ലി അസസ്ഡ് ഡാറ്റ. അതുകൊണ്ടാണ് നമ്മളെ കാഷെ മെമ്മറി ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്, മൊബൈലിൽ നിന്നും അതുപോലെ നമ്മുടെ ലാപ്പിലെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ കാഷെ മെമ്മറി ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വെറുതെ സ്റ്റോറേജ് ഇങ്ങനെ ഫുൾ ആയിക്കൊണ്ടിരിക്കും. റൈറ്റ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ നാഷണൽ നോളജ് നെറ്റ്വർക്ക്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്, NKN നാഷണൽ നോളജ് നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ എന്നാണെന്നാണ് ചോദിക്കുന്നത്. നാഷണൽ നോളജ് നെറ്റ്വർക്ക് 2008, 2009, 2010, 2012. 2010 നാഷണൽ നോളജ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. നാഷണൽ നോളജ് നെറ്റ്വർക്ക് 2010 വന്നു. ഇനി വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി റിട്ടെയിൻസ് ഡാറ്റ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്? നമ്മൾ നേരത്തെ റാമും റോമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ചോദിക്കുന്നു, കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും മെമ്മറി എല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് എന്താണ്? റാം ആണോ, കാഷെ ആണോ, റോം ആണോ, വിർച്വൽ മെമ്മറി ആണോ? റോം ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SMTP ഇൻ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. SMTP എന്താണെന്നുള്ളത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ അവർ ചോദിച്ചു കളയും. നമ്മളുടെ വെറുതെ ഒരു മാർക്ക് കളയണ്ടല്ലോ. ഓക്കെ. സ്റ്റാൻഡേർഡ് മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സെക്യൂർ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സിമ്പിൾ മെയിൽ, സെർവർ മെയിൽ. ബാക്കിയെല്ലാം ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആയതുകൊണ്ടാണ് വായിക്കാഞ്ഞത്. ഇതിലേതാണ് SMTP? സിമ്പിൾ മെയിൽ ആണ്. സിമ്പിൾ മെയിൽ, സി ഓപ്ഷൻ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് എന്തിനു വരുന്നത്? സി, SMTPയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. വിച്ച് ക്ലൗഡ് പ്ലാറ്റ്ഫോം ഈസ് ഡെവലപ്ഡ് ബൈ ആമസോൺ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുതിയതായിട്ട് വരുന്ന സോഫ്റ്റ്വെയർസ് അപ്ഡേഷൻസ്, ഇങ്ങനത്തെ വലിയ ഭീമന്മാര്, കുത്തക മുതലാളിമാരുടെയൊക്കെ ഓരോ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം നമുക്ക്. റൈറ്റ്. ഗൂഗിൾ ക്ലൗഡ് ആണോ, മൈക്രോസോഫ്റ്റ് അസ്യൂർ ആണോ, AWS ആണോ, ഒറാക്കിൾ ക്ലൗഡ് ആണോ? ഇതിൽ ഏതാണ് ആമസോണിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ചോദിക്കുന്നത്. AWS അഥവാ ആമസോൺ വെബ് സർവീസസ് ആണ് ആമസോൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇയർ വാസ് ദ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ്? DII അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്നാണ് വന്നത്? ഏത് വർഷമാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. 2012, 14, 15, 16. 2015 ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് വന്നത്. അതിന് ശേഷമാണ് നമ്മളുടെ പേയ്മെന്റ്, അങ്ങനെ പല ഡിജിറ്റൽ കാര്യങ്ങളും മുന്നിലേക്ക് വന്നത് 2015 ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് പ്രകാരമാണ്. വാട്ട് ഡസ് SSD സ്റ്റാൻഡ് ഫോർ ഇൻ സ്റ്റോറേജ് ഡിവൈസസ്? SSD ഡയറക്റ്റ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ ലാപ്പിലെ എല്ലാം സ്പേസ് അതുപോലെ തന്നെ സ്പീഡൊക്കെ കുറയുമ്പോൾ ആൾക്കാർ പറയും ഒരു SSD കണക്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾ പഴയ പോലെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയും. ഈ SSD എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് ആണോ, സിമ്പിൾ സ്റ്റോറേജ് ഡ്രൈവ് ആണോ, സെക്യൂർ സ്റ്റേറ്റ് ഡിവൈസ് ആണോ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണോ? ഇതിൽ ഏതാണ് SSD? എല്ലാം ഒരുപോലെ ഇരിക്കും, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. അപ്പൊ അതൊരു ഡ്രൈവ് ആണ്, ഡിസ്ക് അല്ല. ഓക്കെ, ഡ്രൈവ് ആണ്, സോളിഡ് സ്റ്റേറ്റുമാണ് ഡ്രൈവ്. ഓക്കെ. ഫുൾ ഫോം ഓഫ് NROER നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ കണ്ട ഒരു ആൻസർ ആയിരുന്നു. തെറ്റായ ആൻസർ ആണെങ്കിലും ആ ആൻസർ ആണ് ഇപ്പൊ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. റൈറ്റ്. NROERന്റെ ഫുൾ ഫോം എന്ത്? നാഷണൽ റെപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, നിയർ റിയർ ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സസ്, നാഷണൽ റിസോഴ്സ് ഓറിയന്റ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, നാഷണൽ റെപ്പോസിറ്ററി ഓഫ് ഓറിയന്റ് എൻഡ് റിസോഴ്സസ്. ഇതിലേതാണ് NROER എന്ന് പറയുന്നത്?
ഉത്തരം എന്ന് പറയുന്നത് നാഷണൽ റെപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് എന്നുള്ളതാണ്. അപ്പൊ നാഷണൽ റെപ്പോസിറ്ററി ആണ് ഓപ്പൺ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസ് കളക്ട് ചെയ്ത് നമുക്ക് വേണ്ടി തരുന്നതാണ് ആര്? NROER എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. 10-30ഓളം ചോദ്യമായി. ഇത് കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ടോ അല്ലെങ്കിൽ ഇതേ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇഷ്ടമായെങ്കിൽ പിന്തുടരാം, താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാം. എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.